ശ്രീ സി സതീശൻ, ഇത് NSSലെ ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. പക്ഷേ ഇത് NSSൽ മാത്രമല്ല, SNDPയിലും പുതിയ വിമത ശബ്ദമല്ല, കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ ഈ വരുന്ന 19-ാം തീയതി സ്വാമി ഭദ്രാനന്ദയുടെ നേതൃത്വത്തിൽ ഒരു വിമത പോരാട്ടം, വിമത മുന്നേറ്റം വെള്ളാപ്പള്ളി നടേശനെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാമി ഭദ്രാനന്ദ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ സമുദായ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ടാണ് പുതിയ നേതൃത്വങ്ങൾ ഇന്ന് ആ സംഘടനകളെ ഭരിക്കുന്നതെന്ന്. അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയില്ല. അവരെ ചോദ്യം ചെയ്യാൻ, അതായത് സുകുമാരൻ നായരെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ഇന്ന് കണ്ടു. അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന നടപടി. സമാനമായ അവസ്ഥ തന്നെയല്ലേ SNDPയിലും? എന്നെ സംബന്ധിച്ചിടത്തോളം ആമുഖമായിട്ട് ഒരു കാര്യം പറയാം. SNDP എന്ന മഹത്തായ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ അനേകായിരം ശാഖകളിലോ ആ ശാഖകളിലെ ഭരണപരമായ കാര്യത്തിലോ SNDPയുടെ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വക്താവോ ഒന്നുമല്ല ഞാൻ. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് കേട്ടാൽ അന്തരംഗം അഭിമാനം കൊണ്ട് തിളയ്ക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം ഈഴവ സമുദായ അംഗങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വർഷം മുമ്പ് SNDP യോഗം എന്ന് പറഞ്ഞിരുന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു സംഘടനയായിരുന്നില്ല. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ SNDPക്ക് ശാഖായോഗങ്ങൾ ഇല്ലായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഈ 30 വർഷത്തിനകം ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഇന്നത്തെ SNDPയുടെ സ്ഥിതി എന്താണ്? ഏതാണ്ട് 7000-ന് മുകളിൽ ശാഖകളുണ്ട്, 141ഓളം യൂണിയനുകളുണ്ട്, 70,000-നുപരിയായിട്ട് മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുണ്ട്. അതേപോലൊക്കെ അനേകായിരം യൂത്ത് മൂവ്മെന്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. പണ്ട് വടക്കൻ കണ്ണൂർ പോലുള്ള വടക്കൻ ജില്ലകളിലേക്ക് ചെന്നാൽ SNDPക്ക് ശാഖ രൂപീകരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. നമ്മളെ രാഘവൻ വക്കീലൊക്കെ ഈ നേതൃത്വ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് SNDP ഈഴവ സമുദായത്തിന്റെ കേരളത്തിൽ മുഴുവനും സംഘടനയില് ജനാധിപത്യമുണ്ടോ ശ്രീ സതീശൻ? തീർച്ചയായിട്ടും ജനാധിപത്യം ഉണ്ടല്ലോ. അതായത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ അറിവിൽ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റ അന്ന് തുടങ്ങിയ വിമിത സ്വരങ്ങളാണ്. അതായത് SNDPക്ക് പുതിയ ഓരോ ശാഖകൾ ഉണ്ടാകുമ്പോൾ എതിർപ്പ് വരും. അതായത് SNDPക്ക് ശാഖകൾ ഉണ്ടാക്കുവാൻ കഴിയാത്ത മേഖലകളിൽ വരെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ വിമത ശബ്ദം ഉയർന്നതാണ്. അത് ഇന്നലെയോ വന്നതല്ല, 30 വർഷമായിട്ട് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പേടിക്കുകയില്ല, ഇന്നേ വരെ പേടിച്ചിട്ടുമില്ല. കോടതിയിലൊക്കെ ഇവർ പോയതല്ലേ വിമത വിഭാഗം എന്ന് പറഞ്ഞ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? SNDPയെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിന്റെ കരുത്തും യശസ്സും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനമാണ്. അവിടെ ഒരു അഴിമതിയില്ല.
അവിടെ ഒരു വിമത ശബ്ദത്തിന്റെ ആവശ്യമില്ല. ജനാധിപത്യപരമായിട്ട് രീതിയിൽ അതിന്റെ ഭരണഘടന SNDPയുടെ ഭരണഘടന പറയുന്ന രീതിയിലെ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തി തന്നെയാണ് SNDP അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. ഈ വിമത സ്വരങ്ങള് ഇതിനകത്ത് നുഴഞ്ഞു കയറുവാൻ ശ്രമിച്ച പല വ്യക്തികളുമുണ്ട്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു പല സംഭവവികാസങ്ങളും ഈ ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തില് വെള്ളാപ്പള്ളി നടേശനെതിരെ അല്ലെങ്കിൽ ശ്രീ MK സാനുവിന്റെ നേതൃത്വത്തില് വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തിയ പല സമര പോരാട്ടങ്ങളും പല പ്രതിഷേധങ്ങളും ഒക്കെ അവർ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പുതിയ മൂവ്മെന്റ് SNDPയിൽ ഉയർന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായ മറുപടി ഉണ്ട്, ഉത്തരമുണ്ട് ശ്രീ ഭദ്രാനന്ദയ്ക്കൊക്കെ. കാരണം മൈക്രോ ഫിനാൻസ് വിഷയമടക്കം അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അതില് ഒരു അഴിമതി നടന്നിട്ടില്ല എന്ന് തർപ്പിച്ചു പറയാൻ കഴിയുമോ? മൈക്രോ ഫിനാൻസ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് 70,000-ന് മുകളിൽ യൂണിറ്റുകളുള്ള ഒരു പ്രസ്ഥാനമാണത്. അത് പല ശാഖകളുണ്ട്. ഈ പല ശാഖകളിലും പല പല വിഷയങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ ശക്തമായ നടപടി ജനറൽ സെക്രട്ടറി അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. ഈ അഴിമതി എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന വ്യക്തി എന്ന പേരിലാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ചില ശാഖകളിലുണ്ടായ മൈക്രോ ഫൈനാൻസ് സംബന്ധിച്ചുള്ള വിഷയമാണ് ഇവിടെ അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് ഇവര് ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചീറ്റിപ്പോകുന്നത്. കാരണം അദ്ദേഹം നേരിട്ട് ഇതിനകത്ത് ഒരു ഇടപാടും നടത്താറില്ല എന്നാണ് ഒരു സമുദായ അംഗം എന്ന നിലയിൽ എൻ്റെ അറിവ്. കാരണം ഇതൊക്കെ ശാഖ വഴിയാണ്. മൈക്രോ ഫിനാൻസിന് ഓരോ യൂണിറ്റുകളുണ്ട്, അവർ തമ്മിലാണ് ഈ ഇടപാടുകളൊക്കെ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മഹിളാ യൂണിറ്റുകൾ, മഹിളകൾ, ഈ യുവതികൾ അവരുടെയൊക്കെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. ഇപ്പൊ അനേകായിരം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ ഉണ്ടാവും. അതിൽ 1-2 യൂണിറ്റുകളിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം യോഗം ജനറൽ സെക്രട്ടറിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമത വിഭാഗം എന്ന് പറഞ്ഞ് എന്തെല്ലാം നടത്തിയാലും ഇതിനകത്ത് അനധികൃതമായിട്ട് ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ SNDP യോഗത്തിന്റെ സാധാരണ ഒരു മെമ്പറായ ഒരു ഈഴവ സമുദായമായ എനിക്ക് പറയാനുള്ളത്. യെസ്.